ഉണ്ണിയേട്ടനെ കൊന്നതാണ്. എന്റെ ഉണ്ണിയേട്ടനെ കൊന്നതാണ്. എന്റെ ഉണ്ണിയേട്ടനെ കൊന്നതാണ്. കല്യാണമ്പലത്തിലെ പരദൈവങ്ങൾക്കായില്ലല്ലോ രക്ഷിച്ച് പണ്ട് ആമ്പൽമാലയിട്ട ഈ കഴുത്തിലൊരു പൊന്നൂടെ കെട്ടിക്കാൻ. നഷ്ടം എന്റെയും കൂടി ആണെങ്കിലും നീ ചെയ്തത് വലിയ കടുങ്കയായിപ്പോയി മോളെ. ഉണ്ണി പോയി എന്നുള്ള വേദനക്കാളും നിന്റെ ഈ കോലമാണ് എന്റെ ചങ്ക് പൊട്ടിക്കുന്നത്. എന്റെ ഉണ്ണിയേട്ടനെ കൊന്നവരോട് പക വീട്ടാൻ വേറെന്താ അമ്മാവ് എനിക്ക് ചെയ്യാൻ കഴിയാ? വീൺവാക്ക് എന്തിനാ മോളെ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് വിധിയുടെ മേലല്ലാതെ വേറെ ആരുടെ മേലാ പഴിയാരാൻ പറ്റുക? പ്രാഗി കൊന്നു, കൂടോത്രം ചെയ്ത് കൊന്നു, 4 ആളെടുത്ത് പറഞ്ഞു ഫലിപ്പിക്കാൻ വയ്ക്കുവോ? അങ്ങനെയല്ല അമ്മാവാത്. വേറെ എങ്ങനെയാന്ന് എനിക്ക് പറയാനും അറിയില്ല. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളില് അങ്ങുള്ളിൽ എവിടെ ഇരുന്നിട്ട് ചിലപ്പോ ഉണ്ണിയേട്ടൻ തന്നെയാ തോന്നുന്നുണ്ട് പറയണത് കൊന്നതാണെന്ന്. കരേണ്ട അടുത്ത് കരയണ്ട. അതല്ല ഈ വൈറ്റ് ആണോ? നെക്സ്റ്റ് അതല്ല. സുഗതൻ എടാ ഓസി തോമാച്ച. ഓസി തോമാച്ച. പഠിക്കുന്ന കാലത്ത് 3 കൊല്ലം ഒന്ന് കരഞ്ഞാ മറ്റതും കരയും, ഒന്നിന് പനിച്ചാ മറ്റേനും പനിക്കും. ശരിക്കും ടിൻസിനെ പോലായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോ തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം. ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം, സോപ്പ് മുതൽ കഞ്ചാവ് ബീഡി വരെ. എടോ താനേ ഈ ലോങ് പാസ് സീക്രട്സ് ഒക്കെ എതിർപക്ഷത്തിന് കൈമാറിയാൽ എങ്ങനെ? അതെന്താ എതിർപക്ഷം? കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങൾ ഇതില്? അപ്പോ ഐക്യമുന്നണിയല്ലേ? താനിപ്പോഴും ഏകവചനം? അസലായിട്ടുണ്ട്. ആരാ പ്രിപ്പറേഷൻ ഒക്കെ? സെൽഫ്? അതെ അതെ അതെ. എടാ സുഗത, വെറുതെ ഡമ്പടിക്കുക. ഒക്കെ ത്രേസ്യാമ്മയുടെ ഏർപ്പാടാ. എവള് വെച്ചാ ഒന്നിന് ഉപ്പുണ്ടേ മുളക് ഉണ്ടാവത്തില്ല, മുളക് ഉണ്ടേ ഉപ്പും ഉണ്ടാവത്തില്ല. സാരമില്ല ആലീസേ, ഇത് എല്ലാ ഭർത്താക്കന്മാരും പറയാറുള്ള സ്ഥിരം നുണയാ. നിന്റെ ദുഃഖാടനത്തിൽ ചേരാൻ ഒരു കല്ല് ഞാനും ഇട്ടു, അത്ര തന്നെ. ശവത്തിൽ കുത്തണ്ട. ഇതുപോലൊരു വലിയ കല്ല് തന്നെയാ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് നാനാവിധാക്കിയത്. അറിയാൻ എനിക്ക് നന്നായി. ഇപ്പൊ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ വരണത്? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക, ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്ന നീ പറയണേ? ഇല്ല, ചെയ്തില്ല. ചെയ്തതെല്ലാം നല്ലത് തന്നെ. അതുകൊണ്ടാണല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ സ്നേഹിച്ചാളിന്റെ സാന്നിധ്യം ചൂടി നിൽക്കാൻ കഴിയണേ. ഇതാ ഇതില് നന്ദിയുണ്ട്. നന്ദി. പോ. കുറെ അതിൽ കിടക്കണുണ്ട് നിന്റെ ഈ പ്രസംഗം. ഇതൊന്നും എന്റെ വാശി തണുപ്പിക്കല്ല ചെയ്യണത്, കൂട്ടുക. നിന്റെ ഈ സന്യാസി തുണിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ വലിച്ച് പുറത്തെടുത്ത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഈ ഭൂലോകത്തില്ലാത്ത സൗന്ദര്യം കണ്ടിട്ടുമല്ല, അതും പറഞ്ഞേക്കാം. ഗോപന് തോൽവി ഇഷ്ടമല്ല, അതുകൊണ്ടാ. വരട്ടേടി രമ്പേ.
ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വരുമ്പോഴും നീ ഇവിടെങ്ങാനും ഉണ്ടാവുന്നുള്ള ചിന്ത പോലും വെച്ചിരുന്നില്ല. നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് ഒറ്റയ്ക്കല്ല എന്നുള്ള സന്തോഷമായി ഇങ്ങനൊരു വീട് കിട്ടി ഹോട്ടൽ മുറിക്ക് പൈസ കൊടുത്ത് മുടി കണ്ടു ഒത്തു. ആ വഴിക്കുണ്ടായ ലാഭം ദേ ഈ വഴിക്ക് പോകും. 2 ദിവസത്തെ പരിചയം കൂടിയായാൽ നമ്മുടെ ശ്രീമതി തന്നെ ഉപദേശിക്കും എന്റെ കൂടെ കമ്പനി കൂടിയാൽ പോക്കാണെന്ന്. Cheers for the past memories. നീ എന്തേ കാണിച്ചേ? ഒക്കെ നശിപ്പിച്ചല്ലോടാ നീ. പാസ്റ്റ് മെമ്മറീസ്. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ തോമച്ച ഞാനിത് കൈകൊണ്ടുകൂടെ തൊടില്ലായിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. ആ 3 കൊല്ലം അതിനപ്പുറത്തെ സുഖത്തിനെ നീ അറിയില്ലല്ലോ, അതുകൊണ്ടാ. പ്ലീസ് ഇന്നിനി ഈ രാത്രി മുഴുവൻ നിനക്കറിയാലോ ഞാൻ എന്തുമാത്രം സെൻസിറ്റീവ് ആണെന്ന്, ആ ഒരു കാര്യത്തിൽ എത്രമാത്രം വഷളാണെന്ന്. പ്ലീസ് ലീവ് മീ അലോൺ. It's all right. All right. സ്കൂളിലും പോണില്ല, ആ ക്രിസ്ത്യാനിക്കുട്ടിനെ പഠിപ്പിക്കാനും പോണില്ല എന്ന് കേട്ടു. എനിക്ക് നീ എന്താന്നും നിനക്ക് ഞാനെന്താന്നും പല ആവർത്തി ചൊല്ലിയുറപ്പിച്ച കാര്യങ്ങളാ. ഇനിയൊന്നും ആവർത്തിക്കാതെ വിളിപ്പിച്ച കാര്യം പറയാം. ഒരക്ഷരം ഇങ്ങോട്ട് പറയണ്ട. രണ്ടും നീ മുടക്കരുത്. പോയിക്കൊള്ളൂ. സ്നേഹം കൊണ്ട് ഞാൻ അടിച്ച അടിയെല്ലാം തന്നെയും സന്തോഷമായിട്ട് കൊണ്ടിട്ടേ ഉള്ളൂ അവള് പോകും കുട്ടുന്നവരെ പഠിപ്പിക്കാൻ.